ലിഫ്റ്റ് വേണം. അതെ. ഹലോ, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്താണോ പറയുന്നത്? ടേക്ക് എ യു-ടേൺ. യെസ്, വി ആർ കമ്മിങ്. എന്തു പറ്റി? താങ്ക്സ് ബ്രദർ. ആ സമയത്ത് അനിയൻ എങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആ ഫോൺ എടുത്തേ, ഒരു കോൾ ചെയ്യട്ടെ. ഹലോ ബീർബാൽ. പറഞ്ഞോ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാടി പോകുന്നവരുത്തനല്ലേ? അതെ. പാലത്തിനപ്പുറത്തുള്ള തോട്ടത്തിൽ അവൻ ഒളിച്ചിരിക്കുന്നുണ്ട്, വേണമെങ്കിൽ വന്ന് പിടിച്ചോ. മാഡം, നമ്മുടെ പാലത്തിനപ്പുറത്തുള്ള തോട്ടത്തിൽ അവൻ ഒളിച്ചിട്ടുണ്ട് മാഡം. അങ്ങോട്ട് എങ്ങനെയാ പോവാ? ലെഫ്റ്റ് എടുത്ത് പോകണം മാഡം. നീ ആരാടാ? രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നിട്ട് ഒറ്റ കൊടുക്കാൻ നോക്കുന്നോ? ഹെൽമെറ്റ് മാറ്റാ. അതിന്റെ ആവശ്യമൊന്നുമില്ല. മാറ്റാ. വേഗം പോ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ബോഡി ആയിരുന്നു, ഇപ്പൊ ഡെഡ് ബോഡി ആയി. ചേച്ചിയാണ് വിളിക്കുന്നത്. ആ ദിയ, പറയ് വിജയ്. ഞാൻ ചേച്ചിയെ കോൺഫറൻസിൽ ഇടാൻ പോവാ, നീ അങ്ങനെ തന്നെ ലൈൻ കണ്ടിന്യൂ. ഓക്കെ വിജയ്. ഹലോ ചേച്ചി, വിളിച്ചിരുന്നോ? യാ, നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ തിയേറ്ററിൽ പടം കണ്ടുകൊണ്ടിരിക്കുക. വിജയുടെ പുതിയ പടമില്ലേ, അതാ. എവിടെയാന്ന് പറഞ്ഞേ? தோடுறது கூட இல்ல, ஆனா ஆட்டம் கோதா போட்டி பந்தேன்னு வந்துட்டா சும்மா சொல்லி அடிப்பேன் கில்லி கில்லி. ഇത് ഇന്നലെ റിലീസായ പടത്തിലെ 5 ഡയലോഗാണ് മാഡം. അനിയൻ അവിടെ സിനിമ കണ്ടോണ്ടിരിക്കുക. ഏത് തിയേറ്ററിലാ? ജയറാജ് തിയേറ്റർ. അല്ല, ചേച്ചി തന്നെ വിളിച്ചേ. ഒന്നുമില്ല, ശരിയെന്നാ. ഓക്കെ ചേച്ചി, ബൈ. Mama? Hi! சம்மதம் இல்லாம அவ கல்யாணம் நடக்காது. இது சத்தியம். கதறேன் தேவதை மேல சத்தியம். ஆனா நான் உன் பொண்ணை உன்கிட்ட விட்டுட்டு போற மாதிரி. എന്താ ചേച്ചി ഇപ്പഴല്ലേ ഫോൺ വിളിച്ചേ, പിന്നെ ഇവിടേക്ക് വന്നത് എന്തിനാ? ഏയ് വെറുതെ. வாழ்க்கை ஒரு வட்டம்டா. இங்க ஜெயிக்கிறவன் தோப்பான், தோக்குறவன் ஜெயிப்பான்.
அதை நீ இன்னும் புரிஞ்சுக்கல. സൂപ്പർ ഡയലോഗ് അല്ലേ? സിസ് പടം സൂപ്പറാ, വന്നിരുന്ന് കാണ്. അതേ ചേച്ചി കാണും. വേണ്ട, നിങ്ങൾ കണ്ടോ. അനിയ മറ്റൊരു ഐറ്റം ഡാൻസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞപ്പോ ക്ലൈമാക്സ് സീനായി. അപ്പൊ ഞാൻ വന്നത് കറക്റ്റ് ടൈമിൽ തന്നെയല്ലേ? ക്ലൈമാക്സ് കയറി വരും, പക്ഷെ ഒന്നും കാണിക്കില്ല. ഈ കാലത്ത് പെമ്പിള്ളേരൊക്കെ കൗണ്ടർ അല്ലാതെ അടിക്കൂല. ഹായ് ശാലുക്കുട്ടി. ശാലുക്കുട്ടി എന്തിനാ ദേഷ്യപ്പെടുന്നേ? ആരാ വിഷമിപ്പിച്ചേ? മമ്മിയാണോ ഡാഡിയാണോ? മാമൻ തന്നെ. ഞാനോ? ഞാനെന്താ ചെയ്ത്? പിന്നെ ഇന്ന് സ്കൂളിൽ വിട്ട് വരുമ്പോ മാമന് സിഗ്നൽ വെച്ച് കണ്ടപ്പോ വിളിച്ചിട്ട് മൈൻഡ് പോലും ചെയ്തില്ലല്ലോ, ഹായ് പറയാതെ പോയില്ലേ? എടി, എപ്പോഴാ അവനെ കണ്ടേ? ഈവനിങ് 4:30. എവിടെ വെച്ച്? സ്കൂളിൽ വിട്ട് വരുമ്പോ അശോക് നഗർ സിഗ്നൽ വെച്ച കണ്ടേ, പക്ഷെ മാമനല്ലായിരുന്നു. മാമൻ നല്ല നീ വിളിച്ചേ? അയ്യോ, മാമനെ പോലെ തന്നെ ഉണ്ടായിരുന്നു, അതാ മാമാന്ന് വിളിച്ചേ. അതിന്റെ മാമനല്ല മാമനല്ല മാമനല്ല. അയ്യോ, എന്താടി കോടതിയിൽ സത്യം ചെയ്യുന്ന പോലെ പറയുന്നത് എന്തിനാ? എന്താ ഇത്? നീ കോടതി ചോദിക്കുന്ന പോലെ ചോദിച്ചു കഴിഞ്ഞാ അവൾ അതുപോലെയല്ലേ ഉത്തരം പറയുള്ളൂ. ശരി, നീ ഒരു ദോശ എടുത്തോണ്ട് വാ. ചെല്. ഓക്കേ അല്ലേ? ഓക്കെ. ഹലോ മാഡം, ഇങ്ങനെ ജയരാജ് തിയേറ്ററിന്റെ മാനേജർ. നമസ്കാരം മാഡം. ഗുഡ് ഈവനിങ്. ഇരിക്കെ. കുഴപ്പമില്ല മാഡം, ഞാൻ നിന്നോളാം. നിങ്ങളുടെ തിയേറ്ററിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകാനായിട്ട് മെയിൻ ഗേറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? അയ്യോ ഇല്ല മാഡം. മാഡം പറയുവാണെങ്കിൽ ഞാൻ തിയേറ്ററിന്റെ ബാക്കിലത്തെ മതിൽ പൊടിച്ച് അവിടെ ഒരു ഗേറ്റ് വെച്ച് കൊടുക്കാൻ ഞാൻ മാഡം പറഞ്ഞൊരു ഗേറ്റ് വെക്കാൻ പറ. വെച്ചോളാം. ബീർബാൽ. ആ പിന്നെ ഇന്നത്തെ മാറ്റ്നി ഷോയില് പടം കാണാൻ വന്ന ആളുകളിൽ ആരെങ്കിലും ഇടയ്ക്ക് വെച്ച് പുറത്തു പോയായിരുന്നോ? മാഡം എന്താ ഈ ചോദിക്കുന്നേ? വിജയുടെ ഹിറ്റ് പടം ഓടിക്കൊണ്ടിരിക്കില്ലേ, അതിനിടയ്ക്ക് ആരെങ്കിലും ഇറങ്ങി പോവോ? അത് മാത്രമല്ല മാഡം, പടം തുടങ്ങി 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളെ ഗേറ്റ് അടയ്ക്കും. പിന്നെ പടം തീരുന്നതിന് 5 മിനിറ്റ് മുമ്പേ ഗേറ്റ് തുറക്കുള്ളൂ. ഒരു ചെറിയ കാര്യം പറയാൻ, മാഡത്തിന്റെ അനിയനെ ഒന്ന് സൂക്ഷിച്ചേക്കണം. എന്തിനാ? പടം തുടങ്ങി അരമണിക്കൂറിനുള്ളിൽ ഒരാൾ വെട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാനാണ് അവരെ രണ്ടുപേരെയും മാറ്റിയിരുത്തിയത്. അത് കഴിഞ്ഞപ്പോഴാ ഒരു പെങ്കൊച്ചിന്റെ ചേറിന്റെ ഇടയിൽ കൂടെ കാലിട്ടു. ഇതൊക്കെ നല്ലതെന്നാണ് വിചാരം. മാഡത്തിന്റെ അനിയനായ കാരണം ഞാൻ കംപ്ലൈന്റ് ചെയ്തല്ല, പണ്ടേ കംപ്ലൈന്റ് ചെയ്തരും ഞാൻ. തെറ്റാരും ചെയ്താലും കംപ്ലൈന്റ് ചെയ്യുന്ന മാഡത്തിന് ഇഷ്ടം. കംപ്ലൈന്റ് ചെയ്യ്. എന്തിനാ സാറേ? നേരെ മാഡം അനിയനുള്ള സ്ഥലത്തേക്ക് ഇടിച്ചു കയറി അങ്ങ് ചെന്നിട്ട് അവന്റെ താടിക്ക് 2 തട്ടും കൊടുത്ത് സെൻട്രലിൽ കൊണ്ടുപോയി തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നാണ് വിചാരിച്ചേ. ഷട്ടപ്പ്. ശരി, താമ്പക്കോ. ഓ മാഡം, മാഡത്തിന്റെ അനിയൻ ഇന്റർവെല്ലിന് മുമ്പ് ഒരു ചെറുപ്പക്കാരനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇന്റർവെല്ല് കഴിഞ്ഞ് ഒരു പെങ്കൊച്ചുമായിട്ട് വഴക്കുണ്ടാക്കി. സോ 3 മണിക്കൂർ ആ തിയേറ്ററിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഇതാണ് തെളിവ്. എങ്ങനെയുണ്ട് എന്റെ പോയിന്റ്? ഗുഡ് പോയിന്റ്. താൻ തന്റെ ഈ യൂണിഫോം ഊരി വെച്ച് തിയേറ്ററിൽ പോയിട്ട് കപ്പലേണ്ടി വിക്ക്.